നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ദീപക്, അംബിക ആന്റിയുടെ മകൻ. ഹായ് ദീപക്. ഹായ്. രാജുവിനെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അടുത്ത ഇറക്കുമതി. ഇവൻ ഉണ്ണിയല്ല, മണ്ണുണ്ണിയാ. അല്ല, ഇന്നിവിടെ എന്ത് ഫംഗ്ഷനാ നടക്കുന്നത്? ഋതിക മോളെ കണ്ടില്ലല്ലോ, അവളെവിടെ? ഋതിക മോളുടെ പേര് പറഞ്ഞപ്പോഴേക്കും ഉണ്ണിക്ക് നാണം വന്നെന്ന് തോന്നുന്നത്. ഒന്ന് ചുമ്മാ ഇരി അമ്മേ. അതെ അതെ, ഇതേവരെ നാണം മാറാത്ത പ്രായമാണല്ലോ ഈ മണ്ടന്. യാമിനി, ഋതിക മോളെ പോയി വിളിച്ചിട്ട് വാ. ചേച്ചി, ഋതിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ ചേച്ചിയോട് വരാൻ പറഞ്ഞത്. അതെ, അതെനിക്കറിയാലോ. അതിനി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ പ്രതാപ. ഉണ്ണിയെ നിനക്ക് ബോധിച്ചോ? പിന്നെ ഉണ്ണി മിടുക്കനല്ലേ, വിദ്യാഭ്യാസവും വിനയവും എളിമയുള്ള കുട്ടിയല്ലേ. എങ്കിൽ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം, അല്ലേ പ്രതാപ? ചേച്ചി, അത് ഋതിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ ചേച്ചിയെയും എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചില ആളുകളെ അറിയിക്കാനാണ് ഞാൻ ശരിക്കും ഈ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തത്. ഋതിക മോളുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രതാപ? പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമുണ്ട് ചേച്ചി. ചേച്ചിയുടെ ആഗ്രഹം പോലെ ചേച്ചിയുടെ മകൻ ഉണ്ണിക്ക് എന്റെ മകളെ വിവാഹം കഴിച്ചു തരാൻ കഴിയില്ല. കാരണം അവളുടെ വിവാഹം കഴിഞ്ഞതാ. അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായി അവളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി. ഈ വേലക്കാരൻ ചെക്കനെയാണോ ഋതിക മോള് വിവാഹം കഴിച്ചത്? എന്താ അമ്മ ഇത്? ഇതിനാണോ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.